ജനുവരി 31 വിശുദ്ധ ഡോൺ ബോസ്കോ. ജോൺ ബോസ്കോ 1815 ഓഗസ്റ്റിൽ കാസ്നുവ ഡി ആസ്തിയിലെ കർഷകരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. ജോണിന് 2 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. പക്ഷേ അമ്മ മാർഗരീറ്റയുടെ ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം ശക്തി നേടി. മാർഗരീറ്റ തൻ്റെ മകനെ ജീവകാരുണ്യത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു. കൂടുതൽ ആവശ്യമുള്ളവരെ സഹായിക്കാൻ സ്വന്തം മിതമായ മാർഗങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചു. തൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ച ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മാതൃക സ്വന്തം യുവ സുഹൃത്തുക്കൾക്ക് കൈമാറാൻ ജോൺ ആഗ്രഹിച്ചു. 9-ാം വയസ്സിൽ അനിയന്ത്രിതമായ നിരവധി ആൺകുട്ടികൾ ദൈവനിന്ദയുടെ വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരു പ്രവചന സ്വപ്നം കണ്ടു. യേശുക്രിസ്തുവും കന്യകാമറിയവും യോഹന്നാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിനയത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഗുണങ്ങളിലൂടെ അത്തരം യുവാക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നീട് ഈ സ്വപ്നം ജോണിന് ഒരു പുരോഹിതനെന്ന നിലയിൽ വിളി തിരിച്ചറിയാൻ സഹായിച്ചു. എന്നാൽ ആൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെയും മേരിയുടെയും ഉപദേശം പിന്തുടരുവാനും അദ്ദേഹം ശ്രമിച്ചു. താൻ കേട്ട ഒരു പ്രഭാഷണം വിശദീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജപമാല പ്രാർത്ഥനയിൽ അവരെ നയിക്കുന്നതിന് മുൻപ് അദ്ദേഹം തൻ്റെ സമപ്രായക്കാരെ ജാലവിദ്യ, അക്രോബാറ്റിക്സ്, മാന്ത്രിക തത്വങ്ങൾ എന്നിവയിലൂടെ രസിപ്പിക്കും. ജോണിൻ്റെ ജ്യേഷ്ഠൻ ആൻ്റണി വൈദികനാകാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതിയെ എതിർക്കുകയും അദ്ദേഹത്തെ വളരെയധികം വിരോധിക്കുകയും 12-ാം വയസ്സിൽ ഒരു കർഷക തൊഴിലാളിയായി വീട് വിട്ടിറങ്ങുകയും ചെയ്തു. 1841 ജോൺ ബോസ്കോ വൈദികനായി. ടൂറിൽ നഗരത്തിൽ അവൻ തെരുവിൽ ജീവിച്ചിരുന്ന ആൺകുട്ടികളെയും യുവാക്കളെയും ശുശ്രൂഷിക്കാൻ തുടങ്ങി. അവരിൽ പലരും ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവരായിരുന്നു. വ്യാവസായിക വിപ്ലവം പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതും ചിലപ്പോൾ വിരളവുമായ ജോലികൾക്കായി ധാരാളം ആളുകളെ ആകർഷിച്ചു. 18 വയസ്സിന് മുൻപ് ജയിലിൽ കഴിയുന്ന ആൺകുട്ടികളുടെ എണ്ണം ഡോൺ ബോസ്കോയെ ഞെട്ടിച്ചു. ആത്മീയമായും ചിലപ്പോൾ ശാരീരികമായും പട്ടിണി കിടന്നു. അധപതിച്ച ജീവിതത്തിൽ നിന്ന് തനിക്ക് കഴിയുന്നത്ര യുവാക്കളെ രക്ഷിക്കാൻ പുരോഹിതൻ തീരുമാനിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ ഒറോട്ടറി എന്നറിയപ്പെടുന്ന ഒരു സംഘം അദ്ദേഹം സ്ഥാപിച്ചു. ആവശ്യമുള്ള ആൺകുട്ടികളുടെ ദയയുള്ള ആത്മീയ പിതാവായി. പ്രൊജക്റ്റിൻ്റെ ആദ്യ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ അമ്മ സഹായിച്ചു. ജോണിൻ്റെ ബാല്യകാല സ്വപ്നം സാക്ഷാത്കരിച്ചു. അവൻ തൻ്റെ സലേഷ്യൻ പുരോഹിതന്മാർക്കും സഹോദരന്മാർക്കും ഒരു ആത്മീയ വഴികാട്ടിയും ദാതാവുമായി തീർന്നു. ആൺകുട്ടികൾക്ക് മതപരമായ പ്രബോധനം, താമസം, വിദ്യാഭ്യാസം, ജോലി അവസരങ്ങൾ എന്നിവ നൽകി. പെൺകുട്ടികൾക്കായി സമാനമായ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ സെൻറ്റ് മേരി ഡൊമിനിക് മസാരയെല്ലയോ അദ്ദേഹം സഹായിച്ചു. ഈ വിജയം എളുപ്പമായില്ല. കാരണം വിശ്വാസയോഗ്യമായ താമസ സൗകര്യങ്ങളും തൻ്റെ അഭിലാഷമായ അപ്പസ്തോല പ്രവർത്തനത്തിന് പിന്തുണയും കണ്ടെത്താൻ അദ്ദേഹം പാടുപെട്ടു. ഇറ്റലിയിലെ ദേശീയ പ്രസ്ഥാനം മതപരമായ ക്രമങ്ങൾക്ക് ജീവിതം ദുഷ്കരമാക്കി. അതിൻ്റെ വൈദിക വിരുദ്ധ മനോഭാവങ്ങൾ ഡോൺ ബോസ്കോയ്ക്കെതിരായ വധശ്രമങ്ങളിലേക്ക് പോലും നയിച്ചു. എന്നാൽ അത്തരം ശത്രുത യൂറോപ്പിലും പുറത്തും വ്യാപിക്കുന്നതിൽ നിന്ന് സലേഷ്യക്കാരെ തടഞ്ഞില്ല. ഡോൺ ബോസ്കോയുടെ ജീവിതാവസാനം വരെ 250 വീടുകളിലെ 1,30,000 കുട്ടികളെ അവർ സഹായിച്ചു. ഞാൻ തനിയെ ഒന്നും ചെയ്തിട്ടില്ല, അവൻ പറഞ്ഞു. ദൈവവുമായുള്ള അവളുടെ മാധ്യസ്ഥത്തിലൂടെ എല്ലാം ചെയ്തത് ഞങ്ങളുടെ സ്ത്രീയാണ്. 1888 ജനുവരി 31 അതിരാവിലെ വിശുദ്ധ ജോൺ ബോസ്കോ മരിച്ചു. ആൺകുട്ടികളോട് പറുദീസയിൽ ഞാൻ അവരെ കാത്തിരിക്കുമെന്ന് പറയൂ. 1934 ഈസ്റ്റർ ഞായറാഴ്ച വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹം യുവാക്കളുടെയും അപ്രന്റീസുകളുടെയും കത്തോലിക്ക പ്രസാധകരുടെയും എഡിറ്റർമാരുടെയും രക്ഷാധികാരിയാണ്.